വേദവിചാരം എന്ന ഈ പരമ്പരയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹിയാകുന്ന സ്വർഗപിതാവാം ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങളെ ഒരിക്കൽ കൂടി ധ്യാനിക്കുവാൻ തക്കോണം അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയോടെ അങ്ങ് ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ കാലുകൾക്ക് ദീപവും വഴിക്ക് പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ അനുദിന ജീവിതയാത്രയിൽ ഞങ്ങളെ നേർവഴിയിലൂടെ നയിക്കുവാൻ അങ്ങയുടെ വചനങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കേൾക്കുന്ന വചനം ആത്മീയ ജീവിതത്തിൽ അങ്ങോട്ട് ചേർന്ന് നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. വചനം കേൾക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. ബലഹീന നടിയനെയും തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കേൾക്കുന്ന വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ അങ്ങ് കൃപ ചെയ്യണമെന്ന് യേശുനാഥ് ഉപേക്ഷിക്കുന്ന പ്രാർത്ഥന പിതാവ് കേൾക്കണമേ. ആമേൻ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി 2 കൊരിന്ത്യൻസ് 9 അധ്യായം 6 തിരുവചനം, 2 Corinthians chapter 9 verse 6. എന്നാൽ അല്പമായി വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ഔദാര്യമായി വിതയ്ക്കുന്നവൻ ഔദാര്യമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, അല്ലെങ്കിൽ വിത്ത് വിതയ്ക്കുന്ന സാഹചര്യങ്ങളെ ഒക്കെ നമുക്ക് നന്നായി അറിയാം. ഒരു വിത്ത് ഇറക്കുമ്പോൾ എത്രയധികം പരിശ്രമം അതിനാവശ്യമാണ്. നാം ആ സ്ഥലത്തെ ഒരുക്കി അതിനാവശ്യമാകുന്ന വെള്ളവും വളവും നൽകി അതിനുശേഷം വിത്ത് അനുയോജ്യമായ കാലാവസ്ഥയിലാണ് നാം വിതറാറുള്ളത്. വലിയ പ്രതീക്ഷയോടുകൂടി നാം വിതയ്ക്കുന്നവരാണ്. വിതയ്ക്കുന്ന അളവിലല്ല നമുക്ക് ഫലം ലഭിക്കേണ്ടത്. വിതയ്ക്കുന്നതിൽ 10 മടങ്ങ് അധികം നമുക്ക് ഫലം ലഭിക്കുമ്പോഴാണ് അത് നല്ല വിളവെന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നത്. തിരുവചനത്തിൽ വിതയെക്കുറിച്ചൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവിടെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്, എന്നാൽ അല്പമായി വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും. അപ്പോൾ ഈ വിതയിൽ നാം എങ്ങനെ വിതയ്ക്കുന്നു? നമുക്ക് കയ്യിൽ പിടിച്ച് വിതയ്ക്കുമ്പോൾ അത് എങ്ങനെ വിതയ്ക്കുന്നു എന്നുള്ളതും വളരെ പ്രാധാന്യമാണ്. എല്ലാം കൂടി ഒരിടത്ത് സ്ഥലത്ത് ഇടാൻ പാടില്ല. ഇടേണ്ടത് ഈക്വലി നാം ആ സ്ഥലത്ത് ഇടണം. മാത്രമല്ല അത് വളരെ ചിട്ടയായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അങ്ങനെ നാം ചെയ്യുമ്പോഴാണ് അതിന് ഫലം നമുക്ക് ലഭ്യമാകുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് ഇപ്രകാരമുള്ളൊരു വിധയോട് ഉപമിച്ചിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തെ. എങ്ങനെ നാം ഈ ലോകത്തിൽ ജീവിക്കുന്നു, അത് നമുക്ക് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിന് ആനുപാതികമായിട്ടാണ് ലഭിക്കുന്നതെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം അടുത്ത വചനത്തിലേക്ക് വരുമ്പോൾ അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. കൊടുക്കുന്ന ഒരു ജീവിതം എന്ന് പറയുമ്പോൾ അത് പണം മാത്രമല്ല, സ്നേഹം, സമാധാനം മറ്റുള്ളവർക്ക്, അനുകമ്പ മറ്റുള്ളവരോട്, ആർദ്രത മറ്റുള്ളവരോട്, ഇതെല്ലാം കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. പലപ്പോഴും നാം സ്വീകരിക്കുവാനാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. നമുക്ക് ലഭിക്കണം. നാം ജോലി ചെയ്യുമ്പോൾ അതിന് ഉള്ള വേതനം നമുക്ക് ലഭിക്കണം, അത് നമ്മുടെ അവകാശമാണ്. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് സ്നേഹം നമുക്ക് ലഭിക്കണം, മറ്റുള്ളവരിൽ നിന്ന് ആദരവ് നമുക്ക് ലഭിക്കണം, മറ്റുള്ളവരിൽ നിന്ന് കരുണ നമുക്ക് ലഭിക്കണം. സർവോപരി ദൈവത്തിൽ നിന്ന് കരുണ നമുക്ക് ലഭിക്കണം. നമുക്ക് ലഭ്യമാകുന്നതിനെക്കുറിച്ച് വളരെ കോൺഷ്യസ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വളരെ നന്നായി അറിയാവുന്നവരാണ് നാം. അപ്പോൾ അപ്രകാരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അത് മനുഷ്യ സഹജമാണ്. ജീവിതത്തിൽ ലഭിക്കുവാനാണ് നാം ഓരോന്നും പരിശ്രമിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നാം വളർത്തുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് അവർ നമ്മെ നോക്കണം, അവർ നമ്മെ കരുതണം. നാം വാർദ്ധക്യത്തിലാവുമ്പോൾ അവരുടെ പരിചരണത്തിൽ നാം ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമുക്കും ചെയ്യുന്നത്. അപ്പോൾ ഓരോ പ്രതീക്ഷയുടെ മുഖത്താണ് ഓരോ കാര്യവും നാം ചെയ്യുന്നത്. പ്രതീക്ഷയില്ലാതെ നാം ഒരുപക്ഷെ ഒന്നും തന്നെ ചെയ്യുകയില്ല. നാം വെറുതെ ഒന്നും ചെയ്യുക. പക്ഷേ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. എന്താണ്? അല്പമായി വിതയ്ക്കുന്നവൻ അല്പം കൊയ്യും, ഔദാര്യമായി വിതയ്ക്കുന്നവൻ ഔദാര്യമായി കൊയ്യും. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ നാം നമ്മുടെ ജീവിത യാത്രയിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇതൊക്കെ മനസ്സിൽ നിന്നുണ്ടാകേണ്ടതാണ്. അതാണ് ഇവിടെ നാം വായിക്കുന്നത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ
ദൈവം സ്നേഹിക്കുന്നു. ഇത് ഹൃദയത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു കാര്യമാണ്, ആരും പറഞ്ഞിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നാം ചെയ്യുന്ന ഓരോ കാര്യവും സന്തോഷത്തോടുകൂടി ചെയ്യണം. ഒരു ജോലി ചെയ്യുമ്പോൾ നമുക്ക് മേലധികാരികളുണ്ടാകാം, പക്ഷേ മേലധികാരികൾ കാണാനല്ല നാം ചെയ്യേണ്ടത്. നാം ചെയ്യുന്നത് ആ ജോലിയോടുള്ള, ആ പ്രൊഫഷനോടുള്ള വിശ്വസ്തയോടുകൂടി നാം ചെയ്യുക. അതിൻ്റെ ഗുണങ്ങൾ അനുഭവിക്കുന്ന അനേകരുണ്ടാകാം. ഒരു നേഴ്സിംഗ് പ്രൊഫഷൻ ചെയ്യുന്ന ഒരു വ്യക്തി ആ നേഴ്സിംഗ് ജോലി ശമ്പളം വാങ്ങുവാനായിട്ട് ചെയ്താൽ ആ ജോലിക്കൊരു പ്രാധാന്യവുമില്ല. മറിച്ച് അതൊരു ശുശ്രൂഷയാണ്. ജീവിതത്തിൻ്റെ ഏറെ കൈപ്പേറിയ സാഹചര്യത്തിലൂടെ, രോഗത്തിലൂടെ കടന്നു വന്നിരിക്കുന്ന ഒരു രോഗിയെ പരിചരിക്കുമ്പോൾ ആ മരുന്നിനേക്കാൾ ഉപരിയായി ആ നേഴ്സിൻ്റെ അല്ലെങ്കിൽ ഡോക്ടറിൻ്റെയും പരിചരണം ആ വ്യക്തിയുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങളുണ്ടാകും. അതുപോലെ ഓരോ പ്രൊഫഷനും, ഫാർമസി പ്രൊഫഷൻ, അത് ചുമ്മാ മരുന്നെണ്ണി കൊടുക്കുകയല്ല. എത്രയോ അബദ്ധങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് കൊടുക്കേണ്ട മരുന്ന് കൊടുക്കാതെ മറ്റ് മരുന്നുകൾ കഴിച്ച് പ്രയാസങ്ങളായിരിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അത് ഓരോ പ്രൊഫഷനിലും നാം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം എന്നുള്ള ആഗ്രഹം നമുക്ക് മനസ്സിലുണ്ടാകണം. ഒന്നാമത് ആ ആഗ്രഹം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ നമുക്ക് ചെയ്യുവാൻ കഴിയും. നമുക്ക് സാഹചര്യങ്ങളെക്കുറിച്ച് പറയാൻ കഴിയും, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരെക്കുറിച്ച് നമുക്ക് പരാതി പറയാൻ കഴിയും. അവർ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ അളവിൽ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർ കുറച്ചേ ജോലി ചെയ്യുന്നുള്ളൂ, പക്ഷേ എന്നേക്കാൾ വേതനമുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാം. പക്ഷേ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സന്തോഷത്തോടെ ചെയ്യുമ്പോൾ പരാതി കൂടാതെ, പിറുപിറുപ്പ് കൂടാതെ നമുക്ക് ചെയ്യുവാൻ കഴിയും. അങ്ങനെ നാം ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തിൽ നിന്ന് വലിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുമെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഓർമ്മിപ്പിക്കുക മാത്രമല്ല, ഇത് അനേകരുടെ ജീവിതത്തിൽ അനുഭവമാക്കിയിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കൊരിന്ത്യർ എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുകയാണ്, ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരുമായിരിക്കുവിൻ. നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിക്കുന്നവരും ആയിരിക്കും. ഇത് ദൈവവേല ചെയ്യുന്നവരെ കുറിച്ചാണ്. ദൈവിക വേല ചെയ്യുന്നവർ എങ്ങനെ ചെയ്യണം? പലപ്പോഴും ദൈവവേല ചെയ്യുമ്പോൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രതികരണം ലഭിക്കാതെ വരുമ്പോൾ മനസ്സ് മടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം. പക്ഷേ നാം ആർക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? നമ്മുടെ ദൈവത്തിന് വേണ്ടിയാണ്. ദൈവമാണ് നമ്മെ ഈ സാഹചര്യത്തിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഓരോ കാര്യവും അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ മനോഹരതയിൽ നാം ചെയ്യുമ്പോഴാണ് ദൈവിക അനുഗ്രഹങ്ങൾ. ഒരിക്കൽ കൂടി നമുക്ക് വായിക്കാം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും. കാരണം ഉറപ്പില്ലായ്മയും കുലുക്കവും ഉണ്ടാകുന്ന എപ്പോഴാണ്? പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. നാം ചെയ്യുന്ന വേല ആരും അംഗീകരിക്കാതെയോ ആരും ഉൾക്കൊള്ളുവാൻ കഴിയാതെയോ മനസ്സിലാക്കാതെ വരുമ്പോൾ നമുക്കതിനകത്തൊരു പ്രതിപത്തിയില്ലാതെ വന്നേക്കാം. പക്ഷേ ദൈവവേലയിൽ ഒരിക്കലും അത് ഉണ്ടാകരുത്. കാരണം ദൈവത്തിന് നാം ചെയ്യുന്നത് നോളജ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. നാം ചെയ്യുന്നത് ദൈവത്തിൻ്റെ വേലയാണ്. ആ ദൈവത്തിൻ്റെ വേല ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുന്നതിന്, ആരറിഞ്ഞിരിക്കുന്നു? ദൈവം അറിയുന്നു. ദൈവം അറിയുന്നു നാം ചെയ്യുന്ന ഓരോ കാര്യം. കൊച്ചു കാര്യം പോലും നാം ചെയ്യുന്നത് നമ്മുടെ ദൈവം അറിയുന്നുണ്ട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ചെയ്യുന്നത് വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കുന്നതിനാൽ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ചവരുമായിരിക്കും. അപ്പോൾ ഇന്നലെ ചെയ്തതുപോലെ അല്ല ഇന്ന് നാം ചെയ്യേണ്ടത്. അഭിവൃദ്ധി എന്ന് പറയുമ്പോൾ എന്താണ്? നാം ലോകപരമായി നോക്കിയാൽ ഇന്നലെ ഉണ്ടായിരുന്ന പണം അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന അനുഗ്രഹമല്ല ഇന്ന് നമുക്ക്. നാളെ അതിൽ അധികമാണ്. ഓരോ ദിവസവും അഭിവൃദ്ധി പ്രാപിക്കും എന്ന് പറയുമ്പോൾ ദൈവകൃപയിൽ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകണം. ഇന്നലെ ഉണ്ടായിരുന്ന കൃപയല്ല ഇന്ന് എനിക്ക് ആവശ്യം. ഇന്ന് ഉള്ള കൃപയല്ല എനിക്ക് നാളെ ആവശ്യം. കാരണം ദൈവവേല ചെയ്യുന്ന ഓരോ വ്യക്തിയും ദൈവകൃപയിലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇന്നലെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ അളവല്ല ഇന്ന് നമുക്ക് ആവശ്യം. കാരണം ഇന്നലെ നേരിട്ട വെല്ലുവിളികളേക്കാൾ അധികം വെല്ലുവിളി ഇന്ന് നാം നേരിടണം. ഇന്ന് നേരിടുന്ന വെല്ലുവിളികളേക്കാൾ അധികം വെല്ലുവിളി നാളെ നാം നേരിടണം. അപ്പോൾ ഈ വെല്ലുവിളികളെ അതിജീവിക്കുന്നത് ദൈവിക കൃപകളിലാണ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും അഭിവൃദ്ധി പ്രാപിച്ചവരും ആയിരിക്കുവിൻ എന്ന് നാം ഇവിടെ വായിക്കുന്നത്. നാം സഭാപ്രസംഗിയിലേക്ക് വരുമ്പോൾ സഭാപ്രസംഗി 11-ാം അധ്യായം 6-ാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ പിൻവലിക്കരുത്. ഇതോ അതോ ഏത് സഫലമാകുമെന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. നാം ആദ്യം വായിച്ച തിരുവചനത്തിന് അനുബന്ധമായിട്ട് നമുക്കിത് കാണുമ്പോൾ എങ്ങനെയാണ് നാം വായിക്കുകയാണ്? രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ പിൻവലിക്കരുത് എന്ന് പറഞ്ഞാൽ രാവിലെ ആരംഭിച്ച അധ്വാനം
വൈകുന്നേരം ആകുമ്പോഴും ശുഷ്കാന്തിയോടുകൂടി നമുക്ക് ചെയ്യുവാൻ കഴിയണം. രാവിലെ നമുക്ക് പെട്ടെന്ന് എഴുന്നേറ്റ് ശരീരം കൊണ്ട് നമ്മൾ ഒരു ഫ്രഷാണ്, നമുക്ക് അധ്വാനിക്കാൻ പറ്റും. പക്ഷേ ഉച്ചയാകുമ്പോഴേക്കും വെയിലായി നമുക്ക് ക്ഷീണമുണ്ടാകാം, വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മൾ തളർന്നു പോയേക്കാം. പക്ഷെ ഇവിടെ പറയുകയാണ്, രാവിലെ നിൻ്റെ വിത്ത് വിതയ്ക്കുക, വൈകുന്നേരത്ത് നിൻ്റെ കൈ പിൻവലിക്കരുത് എന്ന് പറയുമ്പോൾ ഇതൊരു മറ്റൊരു അർത്ഥത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്താണ്? നാം ദൈവിക വേലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ, രാവിലെ എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യമുള്ള സമയം, ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തിനു വേണ്ടി നാം പ്രവർത്തിച്ചതുപോലെ തന്നെ നാം പ്രായമാകുമ്പോഴും വാർദ്ധക്യത്തിലും ദൈവത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയണം, കൈകൾ പിൻവലിക്കാതെ. എന്നിട്ട് പറയുകയാണ്, ഇതോ അതോ ഏത് സഫലമോ, അതായത് യൗവനത്തിലായിരുന്നപ്പോൾ നാം പ്രവർത്തിച്ചതാണോ വാർദ്ധക്യത്തിലായിരിക്കുമ്പോൾ നാം പ്രവർത്തിച്ചതാണോ നമുക്ക് ഫലം തരുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് മൂലം അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഏത് അവസ്ഥയിൽ നാം ചെയ്ത പ്രവർത്തനമാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നാം ദൈവം അനുഗ്രഹിക്കും, അനേകർക്കത് അനുഗ്രഹമാകുമെന്നുള്ള ചിന്തയിൽ നാം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കുറേ കാലം ദൈവത്തിനു വേണ്ടി വേല ചെയ്തു, മതി, മടുത്തു, അല്ലെ അത് ഫലമില്ല എന്ന് നാം ചിന്തിക്കാതെ ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ദൈവനാമ മഹത്വത്തിനു വേണ്ടി നാം പ്രവർത്തിക്കണമെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പറയുകയാണ്, അതോ ഇതോ ഏത് സഫലമാകുമെന്നും രണ്ടും ഒരുപോലെ നന്നായിരിക്കുമോ എന്നും നീ അറിയുന്നില്ലല്ലോ. നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ പ്രയത്നത്തിന് ഫലം നൽകേണ്ടത് ദൈവമാണ്. നാം വിത്തിൻ്റെ ഉപമയിൽ അതാണ് പറയുന്നത്. വിത്തിൻ്റെ ഉപമയിൽ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നതാണ്. ചിലത് നല്ല നിലത്ത് വീണു, ചിലത് വഴിയരികെ വീണു, ചിലത് മുള്ളിന്മേൽ വീണു, ചിലത് പാറമേൽ വീണു. പക്ഷേ ഈ പാറമേലും വഴിയരികെയും മുള്ളിനടിയിലും വീണ വിത്ത് ഫലം നൽകുന്നില്ല. മറിച്ച് നല്ല നിലത്ത് വീണ വിത്ത് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുകയാണ്. അപ്പോൾ വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് ഒരു കർഷകൻ്റെ ചുമതല. വിത്ത് വിതയ്ക്കാതെ ഒരിക്കലും ഫലം ലഭിക്കുകയില്ല. കാലാവസ്ഥ മോശമാണ്, നാം വിതയ്ക്കുന്നത് നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് ശങ്കയോടുകൂടി ഇരിക്കുന്ന ഒരു കർഷകന് അതിന് ഫലം ലഭിക്കുകയില്ല. അതൊരു റിസ്ക്കാണ്. റിസ്ക് എന്ന് പറയുമ്പോൾ വിത്ത് നഷ്ടപ്പെട്ടേക്കാം, പക്ഷേ ഒരു പ്രതീക്ഷ അവൻ്റെ ജീവിതത്തിലുണ്ട്. വിതയ്ക്കുന്ന വിത്ത് ഫലം നൽകും. അപ്പോൾ ആ ഫലം നൽകുവാനുള്ള പ്രയത്നം അവൻ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. വിത്ത് വിതച്ചിട്ട് കിടന്നുറങ്ങുകയല്ല, പിന്നെ ഫലത്തിനു വേണ്ടി പോവുകയല്ല. വിത്ത് വിതച്ച് അടുത്ത പ്രോസസ്സ്, വെള്ളം വേണ്ട സമയത്ത് വെള്ളം നൽകും, കള പറിച്ച് കളയേണ്ട സമയത്ത് കള പറിച്ച് കളയും, വളം കൊടുക്കേണ്ട സമയത്ത് വളം കൊടുക്കും. അങ്ങനെ ആ വിത്ത് ഓരോ ദിവസവും അവൻ അന്വേഷിക്കും, അതെങ്ങനെയാണ് കിളുക്കുന്നത്, അവിടെ കളയുണ്ടോ, അത് മറ്റെന്തെങ്കിലും അതിന് പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ, അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ടോ, വെള്ളം കൂടുതലുണ്ടോ കുറവുണ്ടോ. എപ്പോഴും ആ കർഷകൻ്റെ ദൃഷ്ടി ആ വിതച്ച വിത്തിന്മേൽ, ആ പാടത്തായിരിക്കും. വളരെ സൂക്ഷ്മതയോടുകൂടി അവനതിനെ നോക്കുമ്പോഴാണ് അവന് ഫലം ലഭിക്കുന്നത് എന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കാര്യമാണ്. നാം ചെയ്യുന്ന ഓരോ കാര്യവും, അത് ആത്മീയ ജീവിതം മാത്രമല്ല, എല്ലാ തരങ്ങളിലും നമ്മുടെ കുടുംബജീവിതത്തിൽ നാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരുപക്ഷേ നാം പ്രതീക്ഷിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങളിൽ നിന്നുള്ള ഇടപെടലുകൾ നമുക്ക് ഉണ്ടാകുന്നില്ല എങ്കിൽ പോലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ നാം ചെയ്യുക. എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിലേക്ക് അഭിഷേകം വെച്ച് കൊടുക്കുക. കാരണം നാം വളർത്തിയ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുകയില്ല. അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകുക. ഔദ്യോഗിക ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ, അത് ഒരു കൊച്ചു ജോലിയാകാം, ഒരുപക്ഷേ ഒരു ഓഫീസ് ക്ലീൻ ചെയ്യുന്ന ജോലിയാകാം, അല്ലെങ്കിൽ ഓഫീസിലെ ഒരു മാനേജരാകാം. ഏത് ജോലിയായിരുന്നാലും അത് വിശ്വസ്തയോടുകൂടി നാം ചെയ്യുന്ന ജോലി നമ്മുടെ ദൈവം അറിയുന്നു. ആ ദൈവം അതിന് പ്രതിഫലം നൽകും. നമുക്ക് ഒരുപക്ഷെ നാം ചെയ്യുന്ന ജോലിക്ക് ആനുപാതികമായൊരു പ്രതിഫലം നമുക്ക് ഇന്നൊരു പക്ഷേ ലഭിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ആ വിശ്വസ്തയോട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിശ്ചയമായി 100% അവന് ദൈവം കൊടുത്തിരിക്കും. അതിന് യാതൊരു സംശയമില്ല. എൻ്റെ എളിയ ജീവിതത്തിൽ ഞാൻ അനുഭവമാക്കിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ എപ്രകാരമായിരിക്കണം, നാം എങ്ങനെ ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയുന്നത് എന്ന് തിരുവചനം നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും നാം മടുത്തു പോകുന്ന സാഹചര്യമാണോ എന്ന് നാം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വേല എപ്പോഴും നാം അതിൽ വ്യാപൃതരായിരിക്കുക മാത്രമല്ല, ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനുള്ള മുഖാന്തരമാക്കി അത് തീരണം. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ, അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. എന്നിട്ട്
അതിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നാം എന്ത് ചെയ്താലും, വാക്കിനാലോ ക്രിയയാലോ, നമ്മുടെ വാക്കുകൾ പോലും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ക്രിയ, നമ്മുടെ പ്രവർത്തനങ്ങൾ, അതെന്ത് ചെയ്താലും എന്ന് പറയുമ്പോൾ ദൈവിക വേല മാത്രമല്ല, പ്രസംഗങ്ങൾ മാത്രമല്ല, ഏത് കാര്യം ചെയ്താലും, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലായിരിക്കുന്ന വ്യക്തികൾ അത് എങ്ങനെ ചെയ്യണം, അതിൻ്റെ പൂർണ്ണതയിൽ, അതിൻ്റെ വിശ്വസ്തതയിൽ, അത് ദൈവത്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വലിയ ഉദ്ദേശത്തോടു കൂടി ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് തരുന്നത്. വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്തു ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. നാം യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ നാം ചെയ്യുക മാത്രമല്ല, യേശുവിൻ്റെ സ്വഭാവം, യേശു എങ്ങനെയാണ് മറ്റുള്ളവരെ സ്നേഹിച്ചത്, യേശു എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ടത്, യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ആരെയും യേശു ഉപേക്ഷിക്കുന്നില്ല, ശാസിക്കുന്നില്ല. ശാസിക്കുക എന്ന് പറഞ്ഞാൽ അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകും, പക്ഷേ അവരുടെ തെറ്റുകൾ അവരോട് ചോദിക്കുന്നില്ല. പാപിനിയായ സ്ത്രീ നമുക്കറിയാം, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ. ആ സ്ത്രീയുമായിട്ട് യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശന്മാർ യേശുവിൻ്റെ സന്നിധിയിലേക്ക് വരികയാണ്. ഇവൾ വ്യഭിചാരം ചെയ്തപ്പോൾ ഇവളെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് ഇവളെ കൊണ്ടുവരികയാണ്. അപ്പോൾ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം. അതാണ്. അപ്പോൾ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തക്കവണ്ണം ഓടിച്ചപ്പോഴാണ് ഇവർ ഓടി വന്ന് യേശുവിൻ്റെ അടുക്കിലേക്ക് വരും. യേശുവിൻ്റെ പാദപീഠത്തിലേക്ക് ഇവൾ വന്ന് വീഴുകയാണ്. അപ്പോൾ യേശു ഇവനോട് പറയുകയാണ്, ഇവൾ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണ്. യേശു അവളോടൊന്നും ചോദിക്കുന്നില്ല, നീ പാപം ചെയ്തോ എന്നൊരു ചോദ്യം അവിടെ വരുന്നില്ല. ചുറ്റും നിൽക്കുന്നവരോട് ചോദിക്കുകയാണ്, കല്ലെറിയുവാൻ കല്ലുമായി കൈകൾ ഉയർത്തി നിൽക്കുന്നവരോട് യേശു ചോദിക്കുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവരുകളെ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപമില്ലാത്തവരുകളെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ കരങ്ങളിൽ നിന്ന് കല്ലുകൾ താഴെ വീണു. നമ്മുടെ വായിക്കാണ്, മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ മടങ്ങിപ്പോയി. അവസാനം യേശുവും ഈ സ്ത്രീയും അവിടെ അവശേഷിക്കുകയാണ്. യേശുവളോട് ചോദിച്ചു, അവർ നിന്നെ ശിക്ഷിച്ചില്ലയോ? അവൾ പറഞ്ഞു, ഇല്ല ഗുരു. യേശുവളോട്, ഇനിയും നീ പാപം ചെയ്യരുത്. അവൾ പാപമോചനം പ്രാപിച്ചവളായിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. അവളുടെ ജീവിതം അതോടുകൂടി മാറുകയാണ്. പാപിനിയായ സ്ത്രീ യേശുവിനെ അനുഗമിക്കുന്ന ഒരു ശിക്ഷയായി തീരുകയാണ്. അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ആ യേശുവിൻ്റെ സ്വഭാവമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ഒരുപക്ഷെ മദ്യപാനിയായ ഒരു വ്യക്തിയുമായിട്ടാകാം നാം കണ്ടുമുട്ടുന്നത്. അവനെ റൈറ്റ് ഓഫ് ചെയ്യുകയല്ല, അവൻ്റെ സാഹചര്യത്തിൽ ആയിരിക്കാം അവൻ അങ്ങനെയായി തീർന്നത്. അവനെ സ്നേഹത്തിലൂടെ മദ്യപാനം മാറ്റുവാൻ നമുക്ക് കഴിയും. പ്രത്യേകിച്ച് ഒരു കുടുംബജീവിതത്തിലായിരിക്കുന്ന ഭർത്താക്കന്മാർ, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റുവാൻ കഴിയുന്നത് എങ്ങനെയാണ്? ആ മദ്യം കഴിച്ച് വൈകിട്ട് വന്ന ഭാര്യയെ മർദ്ദിക്കുമ്പോഴും സ്നേഹത്തോടെ കരുതുന്ന ആ ഭർത്താവ് വീണ്ടെടുക്കുവാനുള്ള ആഗ്രഹത്തോടുകൂടി ആ ഭർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭാര്യ, ആ ഭർത്താവിനെ മാറ്റുവാൻ, അവൻ്റെ സ്വഭാവത്തെ മാറ്റുവാൻ കഴിയും. ആ വലിയ അനുഗ്രഹത്തിലേക്ക് ആ കുടുംബജീവിതം നയിക്കപ്പെടുവാൻ തക്കോണം കഴിയും. അതുപോലെ തന്നെ ഓരോ രംഗങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മാറണം. നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന, സമാധാനം നൽകുന്ന അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ തക്കോണം കഴിയും. വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. ഇവിടെ വായിക്കുകയാണ്, വാക്കിനാലോ ക്രിയയാലോ, വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. ഒരു വാക്ക് ഒരു വ്യക്തിയെ ജീവിപ്പിക്കുവാൻ, അവനെ ബലപ്പെടുത്തുവാൻ, അവനെ പ്രോത്സാഹിപ്പിക്കുവാൻ കഴിയുന്നതോടൊപ്പം തന്നെ ആ വാക്ക് അല്ലെങ്കിൽ ആ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരു വ്യക്തിയെ ശപിക്കുവാനും ഒരു വ്യക്തിയെ നശിപ്പിക്കുവാനും കഴിയുമെന്ന് കൂടി നാം ഓർക്കാം. വാക്കുകൾക്ക് വലിയ ശക്തിയാണുള്ളത്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൽ വാക്കിനാലാണ് ദൈവം ഓരോന്നിനും വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി നാം വായിക്കണം. അപ്പോൾ ആ ശബ്ദത്തിന് വലിയ ശക്തിയാണ്, ദൈവത്തിൻ്റെ ശബ്ദത്തിനും. തുടർന്ന് നാം വായിക്കുമ്പോൾ ഹവ്വായെ പിശാച് എങ്ങനെയാണ് പാപത്തിലേക്ക് വീഴ്ത്തുന്നത്? വാക്കിനാലാണ്. ഈ ഫലം നീ ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെ ആകും. വാക്കാണ്, കാണിച്ചു കൊടുക്കുകയല്ല. അപ്പോൾ വാക്കിന് വലിയ, അല്ലെങ്കിൽ ശബ്ദത്തിന് വലിയ ശക്തിയാണ് ജീവിതത്തിലുള്ളത്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നമ്മുടെ വാക്കുകൾക്ക് വലിയ ശക്തിയാണ്. നാം സ്നേഹിക്കുന്ന, സ്നേഹത്തോടെ ഇടപെടുന്ന, നമ്മുടെ പ്രത്യേകിച്ച് മലയാളികളായിരിക്കുന്ന നമ്മെ സംബന്ധിച്ചോളം നമ്മൾക്ക് ഒരു ധാരണയുള്ളത്, നാം സ്നേഹിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെയൊന്ന് കാണിച്ചാൽ അതൊരു മുതലെടുക്കുമോ എന്നൊരു സാഹചര്യം അല്ലെങ്കിൽ ഉണ്ടാകുമോ എന്ന് നാം എപ്പോഴും വളരെ അത് സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ എപ്പോഴും
നാം കേൾക്കുന്ന അവർ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കും. ഐ ലവ് യു എന്ന് പറയുന്ന ആ വാക്കുകൾ നമുക്ക് കാണുക. ഭാര്യയോട് വല്ലപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവിനോട് വല്ലപ്പോഴും നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നു പറയുക മാത്രമല്ല, പ്രവർത്തനങ്ങളും വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്ത് ചെയ്താലും അത് യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ദൈവിക അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനം മറ്റൊരിടത്തുമല്ല, നമ്മളിൽ തന്നെയാണ്. ഈ ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കുവാൻ കഴിയുന്നത് നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ട കാര്യമില്ല. നാം ജീവിക്കുന്ന സാഹചര്യം സ്വർഗമായി മാറ്റുവാൻ നമുക്ക് കഴിയും. അത് നാം ചിന്തിച്ചേക്കാം, ഒരുപക്ഷെ ഈ ലോകത്തിലുള്ള മനുഷ്യരെയൊക്കെ മാറ്റുവാൻ കഴിയുമോ? ഒരുപക്ഷെ കഴിയില്ലായിരിക്കാം. പക്ഷേ മറ്റനേകരെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയും. കൂടെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ കുടുംബത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ, മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതം അവരുടെ മുമ്പിൽ മാതൃകയായി മാറും. നമ്മുടെ സ്വഭാവം മറ്റുള്ളവരുടെ മുമ്പിൽ മാതൃകയായി മാറണം. അങ്ങനെ നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ളവരെ കർത്താവിലേക്ക് ആകർഷിക്കുവാൻ കഴിയണം. അതുകൊണ്ടാണ് ഇവിടെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്തു ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ. അവിടെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അപ്രകാരം ദൈവത്തോട് ചേർന്ന് ജീവിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ആത്മീയ ജീവിതം. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും കഴിയും. ഒരാഴ്ചയിൽ 2 മണിക്കൂർ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതല്ല ആത്മീയ ജീവിതം. അനുദിന ജീവിതം നാം മാതൃകയുള്ളവരായിത്തീരണം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് മാതൃക. നാം കൂടെ ആയിരിക്കുന്ന വ്യക്തികൾക്ക് ആശ്വാസവും സമാധാനവും സന്തോഷവും പകരുന്നതായിത്തീരണം. പ്രയാസത്തിലായിരിക്കുന്ന ഒരു വ്യക്തിയെ ആശ്വസിപ്പിക്കുന്ന, ഒരുപക്ഷെ നമുക്ക് ധനം നൽകി സഹായിക്കുവാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ധനത്തേക്കാൾ ഉപരിയായി നമുക്ക് സഹായിക്കുവാൻ കഴിയുന്ന എത്രയോ അധികം കാര്യങ്ങളുണ്ട്. അനുകമ്പയോടുകൂടി ഒരു വ്യക്തിയോട് ഇടപെടുന്നത്, ജീവിതത്തിൻ്റെ കഷ്ടതയുടെ ഞെരിപ്പോടുകളുടെ നടുവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ജീവിതം തന്നെ മടുത്ത് ആ ദുസ്സഹനമായി മുമ്പോട്ട് പോകുന്ന എത്രയോ വ്യക്തികളെ നാം അനുദിന ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കുവാൻ, അവൻ്റെ ബുദ്ധിമുട്ടൊന്ന് മനസ്സിലാക്കുവാൻ, അവൻ്റെ പ്രയാസത്തിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലുവാൻ, അവന് ഒരല്പം ആശ്വാസം നൽകുവാൻ നമുക്ക് കഴിയുമ്പോൾ അതിൻ്റെ പ്രതിഫലം സ്വർഗത്തിലെ ദൈവം നമുക്കായി നൽകും. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്ന പോലെ ആയിരിക്കില്ല. നമ്മുടെ പ്രയാസത്തിൻ്റെ നടുവിൽ, നമ്മുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ മറ്റൊരു വ്യക്തിയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആ അനുഗ്രഹങ്ങൾ പകരുന്നത് നമുക്ക് കാണുവാൻ തക്കോണം കഴിയും. അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ കേട്ട വചനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുഗ്രഹങ്ങളിലേക്ക് നയിക്കപ്പെടുവാൻ മുഖാന്തരമൊരുക്കട്ടെ. നമ്മോട് വായിക്കുകയാണ്, വാക്കിനാലോ ക്രിയയാലോ നിങ്ങൾ എന്തു ചെയ്താലും സകലതും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുവിൻ. ആദ്യം വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ 2 കൊരിന്ത്യർ 9:6 എന്നാൽ അല്പമായി വിതയ്ക്കുന്നവൻ അല്പം മാത്രം കൊയ്യും, ഔദാര്യമായി വിതയ്ക്കുന്നവൻ ഔദാര്യമായി കൊയ്യും എന്ന് ഓർത്തുള്ളൂ. ഔദാര്യമായി നാം ചെയ്യുക. ഔദാര്യമായി ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുവൻ്റെ യോഗ്യത അനുസരിച്ച് നാം ചെയ്യുന്നതല്ല, അവൻ്റെ അവകാശത്തിന് ചെയ്യൽ, നമ്മുടെ മനസ്സുകൊണ്ട് നാം ചെയ്യുന്ന കാര്യമാണ് ഔദാര്യമായി ചെയ്യുന്നത്. അവന് ലഭിക്കുവാൻ അർഹമായി നൽകുന്നതല്ല ഔദാര്യമായി ചെയ്യുന്നത്. നമ്മുടെ മനസ്സലിവ് മൂലം നാം ഒരു വ്യക്തിക്ക് ചെയ്യുന്നതാണ് ഔദാര്യമായി ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് തിരുവചനം നമ്മെ ഓർപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്ത വാക്യത്തിൽ നിന്ന് വായിക്കുകയാണ്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാൻ ദൈവം നമ്മെ പ്രാപ്തരാക്കട്ടെ. അങ്ങനെ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരായി മുമ്പോട്ട് പോകാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.